രണ്ടാമത്തെ മണ്ഡലം കൊച്ചിയാണ്. എറണാകുളം ജില്ലയിലെ മൊത്തം 13 മണ്ഡലങ്ങളിൽ ഹോട്ട് ഫൈറ്റ് നടന്ന ഹെവി ഫൈറ്റ് നടന്ന കൊച്ചി മണ്ഡലത്തിൽ ഇക്കുറി ആർക്കാണ് ജയസാധ്യത എന്ന കാര്യമാണ് നമ്മൾ വിലയിരുത്തുന്നത്. ആദ്യം സ്ഥാനാർത്ഥി ചിത്രത്തിലേക്ക് വരാം. KJ മാക്സി സിറ്റിംഗ് ML LDF വേണ്ടി, മുഹമ്മദ് ഷിയാസ് DCC അധ്യക്ഷൻ UDF വേണ്ടി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് സേവ്യർ ജൂലപ്പൻ അവിടെ NDA സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ 2020 സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. കൊച്ചിയിൽ എന്താണ് ഇക്കുറി സംഭവിക്കുക? കൊച്ചി മാറാൻ സാധ്യതയുണ്ടോ അതോ കൊച്ചി പഴയ കൊച്ചി തന്നെയായിരിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ 3 പേർ നിൽക്കുന്നു. ആ 3 പേരിൽ ഏറ്റവും വലിപ്പത്തിൽ തല ഉയർത്തി നിൽക്കുന്നത് മാക്സി തന്നെയാണ്. 42.50% വോട്ടുമായി മാക്സി തന്നെ കൊച്ചിയിൽ ജയിക്കും. എന്ന് വെച്ചാൽ കൊച്ചി പഴയ കൊച്ചി തന്നെയായിരിക്കും. LDF തന്നെ നിലനിർത്തും കൊച്ചി എന്ന പ്രവചനത്തിലേക്കാണ് 140 ബാറ്റിൽസ് എത്തുന്നത്. 37.25% വോട്ട് മാത്രമേ അവിടെ മുഹമ്മദ് ഷിയാസിന് നേടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വ്യക്തമായ വ്യത്യാസം എന്ന് വെച്ചാൽ 5.25% വോട്ടിന്റെ വ്യക്തമായ വ്യത്യാസത്തിൽ അവിടെ KJ മാക്സി തന്നെ ജയിച്ചു കയറും എന്ന ഒരു സാധ്യതയിലേക്കാണ് 140 ബാറ്റിൽസ് എത്തുന്നത്. ഇനി എന്തുകൊണ്ട് KJ മാക്സി തന്നെ കൊച്ചി കീഴടക്കും എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് ഇനി വരുന്നത്. എന്തുകൊണ്ട് LDF തന്നെ, എന്തുകൊണ്ട് അവിടെ ഷിയാസിനും UDFനും ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക്, കാര്യകാരണങ്ങളിലേക്ക് വരുമ്പോൾ നോക്കൂ. പോളിംഗ് പെർസെന്റേജിലേക്ക് ആദ്യം പോകണം. 2026 ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 80.32% പോളിംഗ് ആണ് കൊച്ചിയിൽ. ഹെവി പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2021 നോക്കൂ, അത് 10% കുറവുണ്ടായിരുന്നു. 70.78% പോളിംഗ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. LDF കണക്ക് കൂട്ടുന്ന ലീഡ് എന്ന് പറയുന്നത് 7,000 മുതൽ 10,000 വരെ 7,000 മുതൽ 10,000 വരെ വോട്ടിന് ജയിക്കുമെന്ന അവകാശവാദം അവിടെ LDF മുന്നോട്ട് വയ്ക്കുന്നു. UDFന്റെ പ്രതീക്ഷ നോക്കൂ, 5,000 മുതൽ 10,000 ഒരു മജോറിറ്റി ഞങ്ങൾക്കുണ്ടാകും എന്ന് അവിടെ UDFും കണക്ക് കൂട്ടുന്നു. ഇനി എന്തുകൊണ്ട് LDF തുടരും എന്ന കാര്യകാരണങ്ങളിലേക്ക് പോകുമ്പോൾ ക്രൈസ്തവ വോട്ട് ബാങ്ക്, അവിടുത്തെ നിർണായകമായ ലത്തീൻ സഭാ വോട്ടടക്കമുള്ള ക്രൈസ്തവ വോട്ട് ബാങ്കിൽ പൂർണ്ണമായ മേധാവിത്വം ഇക്കുറിയും ഞങ്ങൾക്ക് പുലർത്താൻ കഴിയുമെന്ന് KJ മാക്സിയും LDFും കണക്ക് കൂട്ടുന്നു. ഇപ്പം പ്രചാരണത്തിലെ മേൽക്കൈ, അവിടെ പ്രചാരണത്തിൽ ഒരു പക്ഷേ തുടക്കത്തിലും അതിൻ്റെ മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിലുമൊക്കെ ഷിയാസും UDFും ഒരല്പം പിറകിലായിരുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. അത് പക്ഷെ അവസാന ലാപ്പിലും അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് LDF പറയുന്നത്. ഇനി തോൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും UDFന് വിനയാവുക? പരമ്പരാഗത വോട്ടുകളിലെ ചോർച്ച നോക്കൂ. കൊച്ചി സീറ്റ് നേരത്തെ ഡൊമിനിക് പ്രസന്റേഷൻ പലവട്ടം ജയിച്ച മണ്ഡലമാണത്. പക്ഷേ 2016 KJ മാക്സി 1000 ചില്ലാനും വോട്ടുകൾക്ക് മാത്രം ഡൊമിനിക് പ്രസന്റേഷനെ തോൽപ്പിച്ച് LDFനായി ആ സീറ്റ് തിരിച്ചുപിടിക്കുന്നു. 2021 എന്ന് വെച്ചാൽ ഭൂരിപക്ഷം ഉയർത്തുന്നുണ്ട് മാക്സി. 14,000-ൽ പരം വോട്ടുകൾക്കാണ് അവിടെ മാക്സി 2021 ജയിച്ചത്. ഇനി ഇപ്പോൾ LDFന് അനുകൂലമായൊരു ഭരണാനുകൂല തരംഗം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരവസരത്തിൽ ആ മണ്ഡലം മാറുമോ എന്ന ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ മാറില്ല എന്നൊരു വിലയിരുത്തലിലേക്കാണ് 140 ബാറ്റിൽസ് എത്തുന്നത്. ഇനി 2024-25 തെരഞ്ഞെടുപ്പിലെ ചിത്രം നോക്കൂ. UDFന് 16,176 വോട്ടിന്റെ ലീഡ് അവിടെ ഹൈബിക്കുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 2025 മൊത്തം കോർപ്പറേഷൻ മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ അതിൽ UDFനാണ് ലീഡ്. പിന്നീട് 2 പഞ്ചായത്തുകളാണ് അവിടെ ഉള്ളത്. ആ 2 പഞ്ചായത്ത് ഭരിക്കുന്നതും UDFാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ അവിടെ UDFനുണ്ട്. പക്ഷേ ആ മേൽക്കൈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ കഴിയില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇനി MK ഷുക്കൂർ കൂടുതൽ വിലയിരുത്തലുമായി കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി. ഷുക്കൂർ, എന്തുകൊണ്ട് ഇത്ര വലിയൊരു എന്ന് വെച്ചാൽ VD സതീശൻ പറയുന്നു എറണാകുളം ജില്ലയിലെ മുഴുവൻ സീറ്റുകളും ഞങ്ങൾ തൂത്തുപാരും, 13-ൽ 13 തൂത്തുപാരും എന്ന് പറയുന്നു. പക്ഷേ കൊച്ചിയിൽ അങ്ങനെയല്ല കളി എന്നൊരു പൊതുവിലയിരുത്തലിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തുന്നത്? സൈഫുദ്ദീൻ, VD സതീശൻ്റെ ആത്മവിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കുന്നു. അപ്പോഴും കൊച്ചി മണ്ഡലത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ചില വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് കൊച്ചി മണ്ഡലം എന്നുള്ളത് അതിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് UDFനൊപ്പം നിൽക്കുന്നതാണ്. ലത്തീൻ സമുദായവും മുസ്ലിം സമുദായവും ചേർന്നാൽ സ്വാഭാവികമായും UDFന് വിജയിക്കാനാവുന്ന ഒരു മണ്ഡലമാണത്. പരമ്പരാഗതമായി ഈ വോട്ടർമാരെല്ലാം തന്നെ UDFൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. എന്നാൽ കൊച്ചിയുടെ ഈ സാമുദായിക സ്ഥിതിവിശേഷം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് എപ്പോഴും LDFും UDFും എല്ലാം നടത്താറുള്ളത്. എന്നാൽ കഴിഞ്ഞ 2016 KJ മാക്സി അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് ലത്തീൻ സഭയുടെ ഒരു മാനസപുത്രൻ എന്ന രീതിയിലാണ്. മാക്സി വളരെ സജീവമായി ആ മണ്ഡലത്തിൽ ഇടപെടുകയും വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്തതിനു ശേഷം അദ്ദേഹം 1000 ചില്ലറ വോട്ടിനാണ് ആദ്യം വിജയിക്കുന്നതെങ്കിൽ 2021 അത് 14,000-ന് മുകളിലേക്ക് കയറുന്നു. അദ്ദേഹത്തിന് അവിടെ വലിയ തോതിലുള്ള ജനസ്വാധീനമുണ്ടെന്ന് വ്യക്തമാകുന്നു. ഇത്തവണ ഈ കൊച്ചിയിലുള്ള ഒരു പുതിയ സ്വഭാവം, ഒരു മണ്ണിൻ്റെ മക്കൾ വാദമുണ്ട്. കൊച്ചിക്കാരനാണോ സ്ഥാനാർത്ഥി എന്നൊരു ചോദ്യം എപ്പോഴും ഉയരാറുണ്ട്. ഈ
മുഹമ്മദ് ഷിയാസ് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരാണ്, സംഘടനാ രംഗത്ത് വലിയ സ്വാധീനം ശേഷിയുമുള്ള ആളാണ്. എങ്കിൽ പോലും കൊച്ചിക്കാരനാണോ എന്നൊരു ചോദ്യം അദ്ദേഹത്തിനെതിരെ അവിടെ ഉയർന്നു. അതിനുശേഷം അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നതിന് ശേഷം അദ്ദേഹത്തെ പൂർണ്ണമായും അവിടെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഏറ്റെടുത്തോ എന്നൊരു സംശയവും ഉയർന്നു. കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ ചില ദൗർബല്യങ്ങളുണ്ടായി. രാഹുൽ ഗാന്ധിയുടേതടക്കമുള്ള പരിപാടികൾ നടന്നപ്പോൾ വേണ്ടത്ര വിജയിച്ചില്ല. അത് നേതൃത്വം തന്നെ വിലയിരുത്തിയതാണ്. ഒപ്പം തന്നെ ലത്തീൻ സഭയുടെ വോട്ടർമാരിൽ മുഹമ്മദ് ഷിയാസിനെതിരെ ഒരു പ്രചാരണം നടന്നു. ഒപ്പം തന്നെ സഭയ്ക്ക് പ്രിയപ്പെട്ടവൻ KJ മാക്സിയാണ് എന്നൊരു ചർച്ച വളരെ സജീവമായി വന്നു. ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിലും ഒപ്പം തന്നെ ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ ഇറങ്ങി ആ പ്രചാരണം പൊളിക്കുന്നതിലും UDF വേണ്ടത്ര വിജയിച്ചില്ല എന്ന് തന്നെ പറയാനാവും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിലും UDFന് വിജയിക്കാനുള്ള സാധ്യത കുറഞ്ഞു പോകുന്നു എന്നൊരു വിലയിരുത്തലുണ്ടായത്. അതേസമയം ഒരു UDF തരംഗമുണ്ടായാൽ വളരെ എളുപ്പത്തിൽ ആ മണ്ഡലത്തിൽ UDFന് തന്നെ വിജയിച്ച് കയറാൻ കഴിയും. LDF തുടക്കത്തിൽ ഈ മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷ വെച്ചിരുന്നില്ല. എന്നാൽ UDF സ്ഥാനാർത്ഥിയുടെ ചില ചെയ്തികളും ഒപ്പം തന്നെ ഈ UDFന്റെ സംഘടനാ രംഗത്തുണ്ടായ ചില ദൗർബല്യങ്ങളും LDFന് പ്രതീക്ഷ പകരുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 7000 മുതൽ 10000 വരെ വോട്ടുകൾക്ക് വിജയിക്കുമെന്ന് LDFന്റെ കണക്ക്. UDFന്റെ കണക്കാവട്ടെ ഒരു തരംഗമുണ്ടാവും, അതിൽ വിജയിച്ച് കയറും എന്നുള്ളതാണ്. ഇതിനു മുമ്പ് UDF അധികാരത്തിൽ വന്ന 2011 അവിടെ ഡൊമിനിക് പ്രസന്റേഷനാണ് UDFന് വേണ്ടി ജയിച്ചത്. അന്ന് ക്രൈസ്തവ മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി അങ്ങനെ പൂർണ്ണമായും ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ UDFന് അനുകൂലമായി വരില്ല. അതിൽ സ്പ്ലിറ്റ് ഉണ്ടാവും. അതിൽ നല്ലൊരു ഗണ്യമായ ഭാഗം മാക്സി തന്നെ നിലനിർത്തും എന്നൊരു വിലയിരുത്തൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇന്ന് 2 മണ്ഡലങ്ങളാണ് നമ്മൾ വിലയിരുത്തിയത്. ഇനി പുതിയ